ഹലോ, അപ്പം നമുക്കൊരു സിമ്പിൾ കുക്കർ ബിരിയാണി ഉണ്ടാക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുക്കർ വെച്ചു. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഒരു ഡെക്കറേഷൻസോ അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല. ആവശ്യമുള്ള സാധനങ്ങൾ രണ്ട് സവാള, 2 തക്കാളി, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി അരച്ച പേസ്റ്റ്. കുക്കർ വയ്ക്കുക, നെയ്യ് ഒഴിക്കുക. ഫസ്റ്റ് നന്നായിട്ട് സവാള വഴറ്റിയെടുക്കുക. കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അതിലേക്ക് ഈ പച്ചമുളക്, ഇഞ്ചിയും ഒക്കെ ചതച്ച് വെച്ചതിടുക. ഉപ്പ് ഇടുക അതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ പെട്ടെന്ന് വരുന്നിട്ടെന്ന് അമ്മ പറഞ്ഞിട്ടുള്ള അറിവാണ്. പിന്നെ അതിലേക്ക് മസാലപ്പൊടിയൊന്നും കൂടുതലേ ഇല്ല. മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി, ഗരം മസാല, ഇത്ര മാത്രം ഇട്ടിട്ടുള്ളൂ. ഒരു പച്ചമണം പോണ വരെ അതും വഴറ്റുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ അതിലേക്ക് വേണ്ടത് തൈരാണ്. കുറച്ച് തൈര് മതി. തൈര് തന്നെ ഓപ്ഷനിലാണ്. വെള്ളം ചേർക്കുകയാണെങ്കിൽ വെള്ളവും ചേർക്കുക. പിന്നെ ഇവിടെ ബിരിയാണി മസാല ഉണ്ട്, അതും ഇട്ടു. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ബിരിയാണിയിൽ തൈര് മസ്റ്റാന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്, അറിയില്ല. ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ്. സാധനങ്ങൾ ഇരിക്കുന്നുണ്ടപ്പോൾ പരീക്ഷിക്കാൻ തോന്നി, പരീക്ഷിച്ചു. അങ്ങനെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അത് അതിലെടുത്തിട്ട് മിക്സാക്കുക നന്നായിട്ട്. കുറച്ചേ ഉണ്ടാക്കണുള്ളൂ, എനിക്ക് അമ്മയ്ക്കും വേണ്ടി മാത്രം, വേറെ ആരുമില്ല ഇവിടെ. അപ്പോൾ പിന്നെ അതിന് ശേഷം അരി ഇട്ടു. ഒരു 3/4 ഗ്ലാസ് അരി എത്രയാണ് എടുത്തത് അതേ പാത്രത്തിൽ അതിനെക്കാട്ടിയും അരിപ്പോൾ 1 ഗ്ലാസ് ആണെങ്കിൽ ഒരു 1.25 ഗ്ലാസ് വെള്ളം, ആ ഒരു കണക്കിൽ വെള്ളം എടുത്തു. അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി. പിന്നെ അടച്ച് വയ്ക്കുന്നതിന് മുമ്പേ ഉപ്പ് നോക്കി, ഉപ്പും മല്ലിച്ചപ്പും കുറച്ച് നെയ്യും കൂടി മേലെ ഒഴിച്ചതിന് ശേഷം കുക്കറിൽ വിസിലടിക്കാൻ വെച്ചു കേട്ടോ. ഒരൊറ്റ വിസിൽ വന്നാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ബിരിയാണി സെറ്റാവും. അങ്ങനെ വിസിൽ വന്നതിന് ശേഷം ആവിയൊക്കെ പോയതിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാൻ തുറന്നൊക്കെ ബിരിയാണി ഒരു ഹൈദരാബാദി ബിരിയാണീൻ്റെ ലുക്കായിപ്പോയി. അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം ഉണ്ടായതുകൊണ്ട് സാധാ ചിക്കൻ ബിരിയാണി മാറിയിട്ട് ഹൈദരാബാദി ബിരിയാണി ആയിപ്പോയി ഞാൻ ഉണ്ടാക്കിയത്. ടേസ്റ്റ് നോക്കിയപ്പോൾ ടേസ്റ്റൊക്കെ കൊള്ളാം. ഞാൻ തന്നെ ഉണ്ടാക്കിയാണോ എന്ന് ഞാൻ കുറച്ച് നേരം നോക്കി നിന്നുപോയി. അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടായിരുന്നു ഇവിടെ. അതൊന്നും ഇടാനേ ഇല്ല, അത്ര തന്നെ ഓക്കെയാണ്. അത് അമ്മ ഇടാൻ പറഞ്ഞുകൊണ്ട് എടുത്തിട്ടു. പിന്നെ നല്ല അച്ചാറും സാലഡൊക്കെ കൂട്ടി ഉണ്ടു. അത്രയേ ഉള്ളൂ. ബായ്.